ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റാന്നി പഴവങ്ങാടിക്കര ഇമ്മാനുവേൽ ഇടവകയിലെ സെലസ്റ്റിയൽ ഗ്രൂപ്പിലുള്ള എല്ലാ ബഹുമാനമുള്ള അച്ഛന്മാർക്കും പ്രിയ സ്നേഹിതർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ വിശുദ്ധ ദിവസം അല്പസമയത്തെ ധ്യാനത്തിനായി കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മാസം നാം എല്ലാവരും കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ അനുസ്മരിക്കുകയും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടാടുകയും ഒക്കെ ചെയ്തവരാണല്ലോ. കർത്താവിൻ്റെ പുനരുത്ഥാനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുണ്ടോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20-ാമത്തെ വാക്യം പൗലോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. പുനരുത്ഥാനം എന്നാൽ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് പലരും പഴയ നിയമത്തിലും ലാസർ, യായിറോസിൻ്റെ മകൾ തുടങ്ങിയവർ പുതിയ നിയമത്തിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ അവരാരും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റവരല്ല. അതിനാൽ വീണ്ടും മരിക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തതിനാൽ നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്രകാരം ഉയർത്ത കർത്താവ് സർവ്വവ്യാപിയും സർവശക്തനും സർവജ്ഞാനിയുമായി ഇന്നും നമ്മുടെ മുന്നിൽ ജീവിക്കുന്നു. ക്രിസ്തീയ വിശ്വാസിയുടെ അടിസ്ഥാന ശിലയാണ് പുനരുത്ഥാനം. സഭയുടെ ഉൽപ്പത്തിയും അടിസ്ഥാനവും നിലനിൽപ്പും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ കേന്ദ്രീകൃതമാണ്. യേശുവിൻ്റെ ഉയർപ്പിനെപ്പറ്റി വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രധാന തെളിവുകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ തൻ്റെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും പ്രവചിച്ചിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് ഉപദേശിച്ചു. കർത്താവ് മുൻകൂട്ടി ശിഷ്യന്മാരെ അറിയിച്ച കാര്യമാണ് മർക്കോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായി, ഒഴിഞ്ഞ കല്ലറ കർത്താവിൻ്റെ ഉയർപ്പിനെ സാക്ഷ്യപ്പെടുത്തുന്നു. ലൂക്കോസ് 24-ാം അധ്യായം 6-7 വാക്യങ്ങൾ: നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 3-ാം നാൾ കല്ലറയ്ക്കലെത്തിയ ശിഷ്യഗണത്തിന് ഒഴിഞ്ഞ കല്ലറയാണ് കാണുവാൻ കഴിഞ്ഞത്. യേശു ഉയർത്തു എന്ന ദൈവദൂതന്മാരുടെ സാക്ഷ്യം ശക്തമായ തെളിവായി നിൽക്കുകയാണ്. മൂന്നാമതായി, യേശുവിൻ്റെ പ്രത്യക്ഷത. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷനായത് തന്നെ ക്രൂശീകരിക്കാൻ വിധിച്ച പീലാത്തോസിനോ ഹെരോദാവിനോ തന്നെ ക്രൂശിച്ച പടയാളികൾക്കോ ഒന്നുമല്ല. യേശു തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി പകർന്നത് താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ ശിഷ്യ സമൂഹത്തിനാണ്. നിരാശയിലും ഭയത്തിലും കഴിഞ്ഞവർക്ക് ധൈര്യവും പ്രതീക്ഷയും പകരുവാനാണ് കർത്താവ് ആദ്യം ശ്രമിച്ചത്. സകല പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് തോന്നുന്ന ജീവിതാനുഭവങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം ചെയ്ത പ്രവൃത്തി തോട്ടത്തിൽ കരഞ്ഞുകൊണ്ട് നിന്ന സ്ത്രീയെ ആശ്വസിപ്പിക്കുന്നതാണ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിഞ്ഞ് ആശ്വാസപ്രദനായി നമ്മുടെ ചാരയെത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചിട്ടുണ്ടോ? വാതിൽ അടച്ച് ഭയന്ന് വിറച്ചിരുന്ന തൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ യേശു പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. അവരുടെ നിരാശ മാറി. കർത്താവ് ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. അവർ ജീവനുള്ള പ്രത്യാശയാൽ നിറയപ്പെട്ടു. 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത്
കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. എമൗസിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന് അവർക്ക് പുത്തൻ ഉണർവും പ്രത്യാശയും നൽകി അവരെ മടക്കിക്കൊണ്ടുവന്നതും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യമാണല്ലോ. കടൽക്കരയിൽ നിസ്സഹായനായി നിന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ യഥാസ്ഥാനപ്പെടുത്തി പുതിയ ദൗത്യം ഭരമേൽപ്പിക്കുകയും പുതിയ ലക്ഷ്യബോധത്തിലേക്ക് നടത്തുന്ന കർത്താവിനെയും നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ക്രൂശീകരണം കണ്ട് ചിതറിയോടിയ ശിഷ്യന്മാർ ഇപ്പോൾ കർത്താവിൻ്റെ പുനരുത്ഥാന ശക്തിയാൽ അസാധ്യ ധൈര്യശാലികളായി മാറി എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ബാല്യക്കാരിയുടെ മുൻപിൽ ചൂളിപ്പോയ പത്രോസ് മഹാപുരോഹിതന്മാരുടെ വംശത്തിലുള്ളവരെ നേർക്കുനേർ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം ധൈര്യം പ്രാപിച്ചു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 5 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ഉയർപ്പ് നാൾ കർത്തൃദിനമായി ആചരിക്കുവാൻ യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് സാധ്യമായി. കൊലോസ്യർ 2-ാം അധ്യായം 12-ാം വാക്യം ക്രിസ്തീയ സ്നാനം പുനരുത്ഥാനത്തിന് മുന്നോടിയായി തീർന്നു. യേശുവിൻ്റെ പുനരുത്ഥാനം വിശ്വാസികളുടെ പുനരുത്ഥാനത്തിന് മുന്നോടിയായി. മരണത്തിൽ നിന്നും നിത്യജീവനിലേക്കുള്ള പ്രവേശനം പുനരുത്ഥാനത്താൽ സാധ്യമായി. 1 കൊരിന്ത്യർ 15:19 പൗലോസ് പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരും അത്രേ. പുനരുത്ഥാനം ചെയ്ത കർത്താവ് നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആണ് മത്തായി 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന വാഗ്ദത്തം കർത്താവ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഉയർപ്പിൻ്റെ സന്തോഷം എല്ലാവർക്കും അനുഭവമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവം അതിനായി നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.